പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിന് മുന്നിൽ നടന്ന പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇരട്ട കുട്ടികൾക്കാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നിൽ കണ്ട് ഉൾഗ്രാമം വിട്ട് പൂഞ്ചിലേക്കെത്തിയ മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ കുരുന്നുകളുടെ മരണം. വയസ്സായിരുന്നു സോയയ്ക്കും സൈനും പ്രായം. കളിയും ചിരിയുമായി വീടിനെ സ്വർഗമാക്കിയ ഇരട്ടക്കുരുന്നുകൾ. മെയ് 7 പുലർച്ചെ വാടക വീടിന് മുകളിൽ പതിച്ച ഷെല്ലുകൾ ആ ചിരികൾ എന്നേക്കുമായി അവസാനിപ്പിച്ചു. നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തിയ കിരാത ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ 16 പേരിൽ 2 പേർ ഈ ഇരട്ടക്കുട്ടികളായിരുന്നു. പൂഞ്ചിലെ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം നടന്ന ആക്രമണത്തിലാണ് കുരുന്നുകൾക്ക് ജീവൻ നഷ്ടമായത്. ഗുരുതരമായി പരുക്കേറ്റ പിതാവ് ചികിത്സയിലാണ്. തളർന്നിരിപ്പാണ് സോയയുടെയും സൈനിന്റെയും മാതാവ് അരുസ. ഉൾഗ്രാമത്തിൽ നിന്ന് കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി താമസം മാറി വന്നപ്പോൾ ഇങ്ങനെയൊരു ദുർവിധി ആ അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ വീടിനു മുന്നിൽ ഓടിക്കളിച്ചിരുന്ന കുട്ടികളെ കണ്ടതും ഇപ്പോൾ ജീവനറ്റ നിലയിൽ കാണേണ്ടി വന്നതും പറയുമ്പോൾ വിതുമ്പിപ്പോയി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. खेल रहे थे तो उसके बाद उनकी खून से लथपथ लाश है. इसी तरह इर्तिजा अब्बास 7 साल का बच्चा जो उस पार के वहाँ कश्मीर का है. मैंने खुद देखा उस बच्चे की जो फोटो पहले थी वो खेल रहा था उसी टी शर्ट में. उसके बाद जब उसकी मैयत को लेके जा रहे थे जो पूंछ का है तो उसके सर का ये हिस्सा बिल्कुल अलग था. കുരുന്ന് ചിരികളടക്കം മായ്ച്ചു കളഞ്ഞ് ചോര വീഴ്ത്തിയപ്പോൾ പാകിസ്ഥാൻ എന്തു നേടിയെന്ന ചോദ്യം ബാക്കി. ന്യൂസ് ഡെസ്ക് 24.